എല്ലാവർക്കും വെൽക്കം ടു എഡ്യൂറ്റേറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐക്യുവിൻ്റെ കുറേ സാമ്പിൾ മെറ്റീരിയൽസ് ന്യൂസിലാൻഡിലേക്ക് വരുമ്പോൾ ഒരു തിയറി എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഓപ്ഷൻസും കുറേ ക്വസ്റ്റ്യൻസും ഒക്കെ എനിക്ക് തോന്നുന്നു പല പല വീഡിയോകളിലായിട്ട് നിങ്ങൾ കണ്ടു കാണും. പക്ഷെ കഴിഞ്ഞ ഒരു മെയ്യിൽ 2025 മെയ്ക്ക് ശേഷം ചെറിയൊരു അപ്ഡേറ്റ് വന്നതുകൊണ്ട് കൂടുതലും സിനാരിയോ ബേസ്ഡ് നേഴ്സിംഗ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അവർ നമ്മുടെ പാർട്ട് ബിയിൽ കൊണ്ടുവന്നിട്ടിരുന്നു. പാർട്ട് എ സെയിം തന്നെ മെഡിക്കേഷൻ കാൽക്കുലേഷൻസും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ പാർട്ട് ബിയിൽ കുറച്ച് ഫെയിലിയേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മൾ പറയത്തില്ലേ, അതിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. ശരിക്കും നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, സിനാരിയോ നന്നായിട്ട് വായിച്ചു നോക്കണം. എന്തെങ്കിലും ഒരു ക്ലൂ പോയിന്റ് അതിൻ്റെ അകത്ത് കാണും. ശരിക്കും എക്സെപ്റ്റ് എന്നോ ബെനിഫിറ്റ് എന്നോ അല്ലെങ്കിൽ ലീസ്റ്റ് ബെസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ അകത്ത് കാണും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ, മൾട്ടിപ്പിൾ ചോയ്സിൽ 4 ഓപ്ഷൻസ്, അതിൽ 2 നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് OET IELTS ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈവൻ പ്രോമെട്രിക് എൻക്ലക്സ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് സെയിം സ്റ്റാൻഡേർഡ് ആണ്. അതിനുശേഷം 2 വരുന്നത്. ആ 2 കുറച്ചു നമ്മൾ പറയത്തില്ല, വളരെയധികം റിലേറ്റഡ് ആയിരിക്കും. അതിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് ആ ഓപ്ഷനിൽ നിന്നും ഈ ആൻസറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. മിസ്സസ് a 68-year-old with type 2 diabetes is admitted post-hip replacement surgery. She is alert but in mild pain, scheduled for PRN analgesia. Her blood glucose is 12 millimole per L. And the orthopedic surgeon asks you to encourage early mobilization. Mrs. A refuses to use the walking frame, stating she is too scared of falling. So question, what is the best initial nursing action? So we can see the options. So the question, the scenario you all seen, it's like how the scenario came. 68 വയസ്സുള്ള ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണ്. പോസ്റ്റ് ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറിയാണ്. മൈൽഡ് പെയിൻ ഉണ്ട്. അതുപോലെ തന്നെ PRN അനാൽജസിയ കിട്ടുന്നുണ്ട്. ബ്ലഡ് ഗ്ലൂക്കോസ് 12 ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓർത്തോപീഡിക് സർജൻ പറഞ്ഞത് എയർലി മൊബിലൈസേഷൻ എൻകറേജ് ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞ പേഷ്യൻ്റ് വാക്കിംഗ് ഫ്രെയിം റെഫ്യൂസ് ചെയ്യുകയാണ്. കാരണം വീഴും അല്ലെങ്കിൽ ഫോൾ ആകും എന്നൊരു പേടിയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇനീഷ്യൽ നേഴ്സിംഗ് ആക്ഷൻ. ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനീഷ്യൽ നേഴ്സിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു നേഴ്സിംഗ് ആക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഡോക്യുമെന്റ് ഹെർ റെഫ്യൂസൽ ആൻഡ് അഡോപ്റ്റ് എ വെയിറ്റ് അണ്ടിൽ റെഡി അപ്രോച്ച്. എ. ബി. എക്സ്പ്ലെയിൻ ഹൗ എയർലി മൊബിലൈസേഷൻ റെഡ്യൂസസ് കോംപ്ലിക്കേഷൻ റിസ്ക്. Then മൂന്നാമത്തത്, inform the surgeon of her refusal and request a physiotherapy consult. Tell her considering complications like deep vein thrombosis, she must comply. ഇതിനകത്തുനിന്ന് നിങ്ങളൊരു 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യണം. 2 nearly options you may get. In that you have to select which is the best option for the best initial action. Try it. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ എ, document her refusal and adopt a wait until ready approach. That might be. Then B, explain how early mobilization reduces complication risk. This is, നമ്മൾ നോക്കുമ്പോൾ this is okay, this can be considered. ഇനി അടുത്തത് നോക്കാം. Inform the surgeon of her refusal and request a physiotherapy consult. That also can consider, but let it wait. Then tell her considering complications like deep vein thrombosis, she must comply. Yeah, might be already they know the complication and also we can able to say. But what would be the best you feel? In that we can select like the answer B, because we are explaining like how early mobilization reduces complication risk, because actually she is scared like to mobilize, like she's scared of falling. But we need to encourage early mobilization because post hip replacement surgery, if she is not doing, might be the chance to be like depend on the walking frame
or like she should be on the bed sore can come, and this all the things like a lot of problems may occur. So the best action എന്ന് പറയുന്നത് നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതായിരിക്കും വരാൻ പോണത്. എക്സ്പ്ലെയിൻ ഹൗ എയർലി മൊബിലൈസേഷൻ റിഡ്യൂസസ് കോംപ്ലിക്കേഷൻ റിസ്ക്. അതിന് വേറൊരു കാരണവും കൂടെ ഉണ്ട്. നേഴ്സ് എപ്പോഴും അഡ്വക്കേറ്റ് ആണ്. നമ്മുടെ കോമ്പിറ്റൻസിയിൽ പ്രൊഫഷണൽ ആ ഒരു ഡൊമൈനിൽ പറയുന്നതാണ് നേഴ്സ് മസ്റ്റ് ബി ആൻ അഡ്വക്കേറ്റ് ബിഹാഫ് ഓഫ് ദ പേഷ്യൻസ്. അവർക്ക് വേണ്ടി വാദിക്കുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് റാഷണലിൻ്റെ അകത്ത് അതുപോലെ ട്രീറ്റി ഓഫ് ഹൈറ്റാങ്കിയുടെ പാർട്ട്ണർഷിപ്പ്, അവരെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്തുകൊണ്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പാർട്ടിസിപ്പേഷൻ, ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവർക്ക് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫൈനലി വരുമ്പോൾ അവർ നമ്മളോട് എഗ്രി ചെയ്യും. അതുപോലെ തന്നെ ട്രീറ്റി ഓഫ് വൈറ്റാങ്കി പ്രിൻസിപ്പിൾസ്, അതുപോലെ കോമ്പിറ്റൻസി, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നേഴ്സിംഗ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് നന്നായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ആ ഒരു ട്രീറ്റി ഓഫ് വൈറ്റാങ്കി മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് നേഴ്സിംഗ് ഇന്റർവെൻഷൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ സെയിം സിനാരിയോ ബേസ് ചെയ്തും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ എന്തായിരിക്കും? നമുക്കറിയാം. അടുത്തൊരു ഓപ്ഷൻ, ഇപ്പൊ ഞാൻ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വായിക്കാം. അഡ്മിനിസ്റ്റർ പി ആർ എൻ അനാൾജസി ആൻഡ് റിയസസ്, എൻകറേജ് സെൽഫ് ഫീഡിംഗ് ആൻഡ് സ്കെഡ്യൂൾ മൊബിലൈസേഷൻ ലേറ്റർ, റെസ്പെക്ട്ഫുള്ളി അക്സെപ്റ്റ് ഹെർ റിഫ്യൂസൽ ആൻഡ് ഡിസ്കണ്ടിന്യൂ ഓൾ മൊബിലൈസേഷൻ അറ്റംപ്റ്റ്സ്. ദെൻ ദ ലാസ്റ്റ് വൺ, അഡ്മിനിസ്റ്റർ ഇൻസുലിൻ പെർ സ്ലൈഡിംഗ് സ്കെയിൽ. ഇവിടെ നമുക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ പറ്റും. കാരണം ഇനി എന്താ, നമുക്ക് പെയിൻ മെഡിസിൻ കൊടുക്കണം, എന്നാലേ അവർക്ക് ആ ഒരു പെയിൻ ഒന്നും ഇല്ലാതെ തന്നെ മൊബിലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇനീഷ്യലായിട്ട് എന്താ, പേഷ്യന്റ് റിഫ്യൂസ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ആ പേഷ്യന്റിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്, അതിന്റെ കോംപ്ലിക്കേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആഫ്റ്റർ അനാൽജസിയ മിസ്സസ് എ എഗ്രീസ് ടു ട്രൈ സിറ്റിംഗ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ബെഡ്. Upon assistance, she became lightheaded. Your immediate action should be to. The question is like immediate action. അപ്പൊ നിങ്ങൾ ആ സിനാരിയോ നന്നായിട്ട് കേട്ടു. ഇനി അതിനുശേഷം ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓപ്ഷൻസ്: സപ്പോർട്ട് ഹെർ ആൻഡ് റീഅസസ് ഹെർ ബ്ലഡ് പ്രഷർ ഓർ ഹാർട്ട് റേറ്റ്, ഹെൽപ്പ് ഹെർ റിട്ടേൺ ടു ലൈങ് ഫ്ലാറ്റ് വിത്തൗട്ട് മോണിറ്ററിംഗ്, ടെൽ ഹെർ സിറ്റിംഗ് ഹേർട്സ് സോ ട്രൈ അഗെയിൻ ലേറ്റർ, ലെറ്റ് ഹെർ സിറ്റ് അലോൺ ടു ഗെയിൻ ബാലൻസ്. അപ്പോൾ നോക്കിയേ ഏതായിരിക്കും ആൻസർ വരാൻ പോണത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. രണ്ടെണ്ണത്തിന് എലിമിനേറ്റ് ചെയ്തേ. ലെറ്റ് ഹെർ സിറ്റ് അലോൺ ടു ഗെയിൻ ബാലൻസ്, അത് അത്ര നല്ലൊരു കാര്യമല്ലല്ലോ. പിന്നെ ടെൽ ഹെർ സിറ്റിംഗ് ഹെർട്സ് ഓർ ട്രൈ അഗെയിൻ ലേറ്റർ. ബീങ് എ നേഴ്സ് നമുക്ക് ഒരിക്കലും ആ ഒരു കാര്യം പേഷ്യന്റിനോട് പറയാൻ പറ്റത്തില്ല. പിന്നെ അടുത്തത് ബി, ഹെൽപ്പ് ഹെർ റിട്ടേൺ ടു ലൈങ് ഫ്ലാറ്റ് വിത്തൗട്ട് മോണിറ്ററിങ്. ആ ഓപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. കാരണം നേഴ്സ് മീൻസ് ലൈക്ക് we should be responsible for the client, so we need to monitor whatever it happens. ലാസ്റ്റ് ആയിട്ട് പറയണത് സപ്പോർട്ട് ഹെർ ആൻഡ് റീഅസസ് ഹെർ ബ്ലഡ് പ്രഷർ ഓർ ഹാർട്ട് റേറ്റ്. അതല്ലേ ഓപ്ഷൻ? കാരണം നമ്മൾ പറയത്തില്ല ഡിസിനസ് ഉണ്ട്, അപ്പോൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറ്റൽ സൈൻസ് നമ്മൾ മോണിറ്റർ ചെയ്യണം, അതുപോലെ പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യണം, റീഅസസ് ചെയ്യണം. അപ്പം ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ തിങ്ക് അതിനകത്തെ ക്വസ്റ്റ്യനിൽ ബെസ്റ്റ് ഇമീഡിയറ്റ് ഇനീഷ്യൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അവോയ്ഡ് എന്നായിരിക്കും, അതിനനുസരിച്ച് നിങ്ങൾ ഡീൽ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളുമായിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.